ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾക്ക് വളരെ പരിചിതമായ, എപ്പോഴും ആളുകൾ ചിരിച്ചും കളിച്ചും നടക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. എന്നാൽ അവിടെ എത്തുമ്പോൾ ആ ഗ്രാമത്തിൽ ഒരൊറ്റ മനുഷ്യൻ പോലുമില്ല. എങ്ങും ഭയപ്പെടുത്തുന്ന നിശബ്ദത മാത്രം. അടുപ്പിൽ ഭക്ഷണം തിളച്ചു മറയുന്നുണ്ട്. തുന്നിക്കൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തിയ നിലയിലുണ്ട്. അവരുടെ ആയുധങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. പക്ഷേ ഗ്രാമവാസികളെല്ലാവരും വായുവിൽ അലിഞ്ഞു പോയതുപോലെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു തുള്ളി രക്തം പോലുമില്ല. ഒരാക്രമണം നടന്നതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. ഇതൊരു ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥയല്ല. 1930 കാനഡയിലെ ആൻജിക്വിനി തടാക തീരത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. അന്ന് ആ ഗ്രാമത്തിൽ സംഭവിച്ചത് എന്താണ്? അന്യഗ്രഹ ജീവികളാണോ അതോ വല്ല ദുരാത്മാക്കളാണോ ഇതിന് പിന്നിൽ? വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഉത്തരങ്ങൾ നിങ്ങളെ ഞെട്ടിക്കും. 1930 നവംബർ മാസം കാനഡയിലെ നുനാവട്ട് എന്ന പ്രദേശം. കടുത്ത മഞ്ഞുകാലമാണ്. ജോ ലേബിൾ എന്നൊരാൾ തൻ്റെ യാത്രക്കിടയിൽ വിശ്രമിക്കാനായി ആൻജിക്വിനി തടാകത്തിന്റെ തീരത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് വരികയാണ്. ഇന്യൂട്ട് വംശജരായ ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു അത്. ജോ ലേബിളിന് ആ ഗ്രാമത്തിലുള്ളവരെ നന്നായി അറിയാമായിരുന്നു. വളരെ സ്നേഹത്തോടെ ആളുകളെ സ്വീകരിക്കുന്നവരായിരുന്നു അവർ. പക്ഷേ അന്ന് അവിടെ എത്തിയ ജോ കണ്ടത് തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. എങ്ങും ശ്മശാന മൂകത. ആളുകളുടെ ശബ്ദമോ കുട്ടികളുടെ കരച്ചിലോ ഒന്നുമില്ല. സംശയം തോന്നിയ ജോ ഓരോ കൂടാരങ്ങളിലും കയറി നോക്കി. അവിടെ കണ്ട കാഴ്ചകൾ അയാളെ ഭയപ്പെടുത്തി. ഓരോ കൂടാരങ്ങളിലും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, തോക്കുകൾ, വസ്ത്രങ്ങളും എല്ലാം ഭദ്രമായി ഇരിപ്പുണ്ട്. അടുപ്പിൽ ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ചിലയിടത്ത് തീ കെട്ടിട്ടില്ല. അതായത് കുറച്ചു സമയം മുൻപ് വരെ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. എസ്കിമോകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തോക്ക് ജീവന് തുല്യമാണ്. ആ തോക്ക് പോലും എടുക്കാതെ അവർ എവിടേക്ക് പോകാനാണ്? ഭയന്നുപോയ ജോ ലേബിൾ ഉടനെ തന്നെ ടെലിഗ്രാഫ് വഴി കനേഡിയൻ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് അന്വേഷണത്തിനായി അവിടെ എത്തിയപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ നിഗൂഢതയുടെ ആഴം വർദ്ധിപ്പിച്ചു. അവർ പ്രധാനമായും 2 കാര്യങ്ങളാണ് അവിടെ കണ്ടെത്തിയത്. ഒന്നാമത്തേത്, ഗ്രാമവാസികൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ലെഡ്ജ് നായ്ക്കളെ മരത്തിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. അവയെല്ലാം പട്ടിണി കിടന്ന് മരവിച്ചിരുന്നു. ഗ്രാമവാസികൾ എങ്ങോട്ടെങ്കിലും സ്വയം പോയതാണെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട നായ്ക്കളെ അവർ ഒപ്പം കൂട്ടുമായിരുന്നു. രണ്ടാമത്തേത് ഏറ്റവും ഭയാനകമായിരുന്നു. ആ ഗ്രാമത്തിലെ ശവകുടീരങ്ങൾ തോണ്ടിയെടുക്കപ്പെട്ടിരുന്നു. മരിച്ചവരെ അടക്കം ചെയ്ത കുഴികൾ തുറന്നു കിടക്കുന്നു. അതിലെ മൃതദേഹങ്ങൾ കാണാനില്ല. മൃഗങ്ങൾ തോണ്ടിയതല്ല എന്ന് വ്യക്തമായിരുന്നു. കാരണം കല്ലുകൾ വളരെ കൃത്യമായി അടുക്കി മാറ്റിവെച്ചു. ആ 30ഓളം വരുന്ന ഗ്രാമവാസികൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നിരവധി തിയറികളാണുള്ളത്. അന്യഗ്രഹ ജീവികൾ, ഏലിയൻ അബ്ഡക്ഷൻ. സംഭവത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആൻജിക്വിനി തടാകത്തിന്റെ മുകളിൽ വിചിത്രമായ നീല വെളിച്ചം കണ്ടതായി മറ്റ് ചില ഗ്രാമവാസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് അന്യഗ്രഹ ജീവികളുടെ UFO ആയിരുന്നുവെന്നും അവരാണ് ഗ്രാമവാസികളെ മൊത്തമായി തട്ടിക്കൊണ്ടുപോയതെന്നും പറയുന്നു. വെൻഡിഗോ. നാടോടി കഥകളിലെ മനുഷ്യമാംസം തിന്നുന്നൊരു ഭീകര ജീവിയാണ് വെൻഡിഗോ. ഈ ഗ്രാമത്തെ വെൻഡിഗോ ആക്രമിച്ചതാണെന്ന് തദ്ദേശീയർ വിശ്വസിക്കുന്നു. മൂന്നാമത്തേത്, കൂട്ടപലായനം. ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും അപകടം മുൻകൂട്ടി മനസ്സിലാക്കുകയും പെട്ടെന്ന് തന്നെ ഗ്രാമം ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മഞ്ഞുകാലത്ത് തോക്കുകളില്ലാതെ അവർ എങ്ങനെ അതിജീവിക്കും എന്നതിന് ഉത്തരമില്ല. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയാം. പിൽക്കാലത്ത് കനേഡിയൻ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ മനസ്സിലായത് ഇതൊരു പൂർണ്ണമായും കെട്ടിച്ചമച്ച കഥയാണ്. ഒരു അർബൻ ലെജൻഡ് മാത്രം. ആ പ്രദേശത്ത് സ്ഥിരമായി ആളുകൾ താമസിക്കുന്ന വലിയൊരു ഗ്രാമമേ ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറി താമസിക്കുന്ന നാടോടികളായ ചില ആദിവാസികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു കൂട്ട തിരോധാനമോ ശവക്കുഴികൾ തോണ്ടിയ സംഭവമോ ഒരിക്കലും നടന്നിട്ടുമില്ല. പിൽക്കാലത്ത് എഴുത്തുകാരും മാധ്യമങ്ങളും ചേർന്ന് ഈ കഥയിലേക്ക് അന്യഗ്രഹ ജീവികളെയും മറ്റും കൂട്ടിച്ചേർത്ത് ഇതിനെ പെരുപ്പിച്ചു കാട്ടുകയായി. കേൾക്കുമ്പോൾ ഒരു ഹോളിവുഡ് ത്രില്ലർ സിനിമ പോലെ തോന്നിപ്പിക്കുമെങ്കിലും ആൻജിക്വിനി തടാകത്തിന്റെ ഈ കഥ വെറും ഒരു കെട്ടുകഥ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വ്യാജ വാർത്തയാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ.